വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്കറിയാം ഡെയിലി ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 60 days പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ 30 days ആയിട്ട് നമ്മൾ 30 ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണ്, ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന നിലയ്ക്ക്. അതുപോലെ കറണ്ട് അഫയേഴ്സും കൂടി നമ്മൾ പഠിച്ചു പോവുക. പിന്നെ മാത്സിന്റെ ക്ലാസ് ഓൾറെഡി ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ള കുട്ടികൾ അതും കണ്ടു പഠിക്കുക. ഏത് ക്ലാസ് ആണ്, ഏത് ടീച്ചറുടെ ക്ലാസ് ആണ് മാത്സ്, ഇതൊക്കെ നിങ്ങൾ താല്പര്യം അനുസരിച്ച് ഓരോരുത്തരും കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, അതൊക്കെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാ. നമ്മുടെ മുന്നിൽ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 10-20ഓളം കറണ്ട് അഫയേഴ്സ് നമ്മളോട് ചോദിക്കും എന്നുള്ളത് കൊണ്ട് അതിന്റെ പ്രാധാന്യം കൊടുത്ത് തന്നെ അതിന് പഠിക്കണം. നമ്മൾ നീതി ആയോഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഈ നീതി ആയോഗിന്റെ ഇപ്പോൾ നീതി ആയോഗ് പുതിയത് വന്നുവെങ്കിലും പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചും ചോദിക്കാറുണ്ട്, അറിയാം നിങ്ങൾക്ക് അല്ലെ. നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ ആയിട്ട് നിയമിതനായത് ആര് എന്നാണ് ചോദ്യം. അശോക് ലാഹിരി എന്നാണ്. അപ്പൊ അശോക് ലാഹിരിയാണ് നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ. അപ്പൊ നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണ്? അശോക് ലാഹിരിയാണ്. പഠിച്ചു വെക്കുക, പുതിയ വൈസ് ചെയർമാൻ അശോക് ലാഹിരി. ഇനി അടുത്തിടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, എന്താണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായി, എന്താണ് ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? അപ്പോ ജിയോ ഹെറിറ്റേജ് സൈറ്റ്, പുതിയ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ജിയോ ഹെറിറ്റേജ് സൈറ്റ്. ഏതാണ്? യാന ഗുഹകളാണ്. ഏതാണെന്ന് പഠിക്കൂ, യാന ഗുഹകൾ ട്ടോ. ഏതാ? യാന ഗുഹകളാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്, നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 2026 ഏപ്രിൽ മാസം, 2026 ഏപ്രിൽ ഇന്ത്യയിലേക്ക് എത്തിച്ച ചീറ്റകളെ, ഇന്ത്യയിലേക്ക് എന്തിനെ എത്തിച്ചു? ചീറ്റകളെ എത്തിച്ചു. അത് ഏത് ബയോളജിക്കൽ പാർക്കിലേക്കാണ് ആ ചീറ്റകളെ മാറ്റിയത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. മാറ്റിയത് കർണാടക. എവിടെയാണ്? കർണാടകയിലെ ബന്നർഘട്ട. കർണാടകയിലെ ബന്നർഘട്ട. എവിടെയാണ്? ബന്നർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ് മാറ്റിയത്. കർണാടകയിലെ ബന്നർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്കാണ് മാറ്റിയത് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇനി അടുത്തത് നമ്മൾ ഡിജിറ്റൽ അറസ്റ്റ് അല്ലെ. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് ഇപ്പൊ സ്ഥിരമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ CBI പുറത്തിറക്കിയ പുതിയ നിർമ്മിത ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ്? പുതിയ ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ്? എന്താണ് ആ ചാറ്റ് ബോട്ടിന്റെ പേര്? അഭയ് എന്നാണ് ആ ചാറ്റ് ബോട്ടിന്റെ പേര്. എന്താണ്? അഭയ് ട്ടോ. അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് അനധികൃതമായിട്ട് മണ്ണെടുക്കുന്നത് എന്താണ്? അനധികൃതമായിട്ട് മണ്ണെടുക്കുന്നത്. അതുപോലെ തന്നെ മണ്ണെടുപ്പ് മാത്രല്ല, അനധികൃതമായിട്ടുള്ള ഖനനം, മണ്ണുമായിട്ട് അനധികൃത മണ്ണെടുപ്പ്, അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള ഖനനം എന്നിവ തടയാൻ വിജിലൻസ് വകുപ്പ് കേരളം ഒട്ടും നടപ്പിലാക്കിയ ഒരു മിന്നൽ പരിശോധന ഉണ്ടായിരുന്നു. എന്താണ് ആ മിന്നൽ പരിശോധനയുടെ പേര്? ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്നാണ്. ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്നാണ്. അപ്പൊ ഓപ്പറേഷൻ എർത്ത് ഗാർഡ് കേരളത്തിൽ അനധികൃതമായിട്ട് മണ്ണെടുക്കുന്നു, അതുപോലെ ഖനനം നടത്തുന്നു, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കേരളം ഒട്ടും നടത്തിയ എന്താണ് പറയാ, മിന്നൽ പരിശോധനയാണ്. ഇനി അടുത്തത് 2026 ചരിത്രത്തിൽ തന്നെ ആദ്യമായി, വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2026 ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് പൂർണ്ണമായും വനിതകൾക്ക് മാത്രമായിട്ട് എന്ത് നൽകുകയുണ്ടായി? ലോക പ്രശസ്തമായിട്ടുള്ള ഒരു പരിസ്ഥിതി പുരസ്കാരം നൽകുകയുണ്ടായി. ഏതാണ് ആ പരിസ്ഥിതി പുരസ്കാരത്തിന്റെ പേര്? ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം എന്നാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി വനിതകൾക്ക് മാത്രമായിട്ട് ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത് ഏതൊക്കെ വനിതകൾക്കാണ് എന്നും കൂടിയും നമ്മൾ ഓർത്തു വെക്കുക. വനിതകളുടെ പേര് ഒന്ന് സാറ ഫിഞ്ച് എന്നാണ്. സാറ ഫിഞ്ച് എവിടുത്തുകാരിയാണ്?
UK. സാറാ ഫിഞ്ച് UK. എന്താണ്? സാറാ ഫിഞ്ച് UK. അതുപോലെ തന്നെ അടുത്തത് ബോറിൻ കിം. അടുത്തത് ആരാണ്? ബോറിൻ കിം. എവിടുത്തുകാരിയാണ്? ദക്ഷിണ കൊറിയ. ബോറിൻ കിം ദക്ഷിണ കൊറിയ. അപ്പൊ സാറാ ഫിഞ്ച് UK, ബോറിൻ കിം ദക്ഷിണ കൊറിയ. അടുത്തത് ആരാണ്? മൊറേൽസ് ബ്ലാ. അടുത്ത ആളുടെ പേരാണ് മൊറേൽസ് കേട്ടോ. മൊറേൽസ് ബ്ലാ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മൊറേൽസ് ബ്ലോ, മൊറേൽസ് ബ്ലാങ്കോ. മൊറേൽസ് ബ്ലാങ്കോ എന്നാണ് അവരുടെ പേര്. എവിടുത്തുകാരിയാണ്? കൊളംബിയ. മൊറേൽസ് ബ്ലാങ്കോ കൊളംബിയയാണ്. മൊറേൽസ് ബ്ലാങ്കോ കൊളംബിയയാണ്. അടുത്തത് ടാൻഷി ആണ്. അടുത്ത ആള് ടാൻഷി. ടാൻഷി. ടാൻഷി എവിടുത്തുകാരിയാണ്? നൈജീരിയക്കാരിയാണ്. നൈജീരിയക്കാരിയായ ടാൻഷി. അടുത്തത് റോക്ക മാറ്റ് ബോംബ കേട്ടോ. റോക്ക. അടുത്ത ആളുടെ പേര് റോക്ക. റോക്ക. റോക്ക മാറ്റ് ബോബ്. റോക്ക മാറ്റ് ബോബ്. റോക്ക മാറ്റ് ബോബ്. അവര് എവിടുത്തുകാരിയാണ്? പാപ്പുവ ന്യൂഗിനിയ. എവിടുത്തുകാരിയാണ്? പാപ്പുവ ന്യൂഗിനിയ. അപ്പൊ ഒന്ന് പറഞ്ഞ മക്കളെ, ആൾക്കാരെ പേരൊന്ന് പഠിച്ചേ. അതായത് 2026 നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പരിസ്ഥിതി പുരസ്കാരം 5 ലേഡീസിന് കൊടുക്കുകയാണ്. അത് ആ പുരസ്കാരത്തിന്റെ പേര് ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം എന്നാണ്. അപ്പൊ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ് നേടിയത് സാറാ ഫിഞ്ച് UK, ബോറിൻ കിം ദക്ഷിണ കൊറിയ, മൊറൽ ബ്ലാങ്കോ കൊളംബിയ, ടാൻഷി നൈജീരിയ, റോക്ക മാറ്റ് ബോബ് പാപ്പുവ ന്യൂഗിനിയ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും ആൾക്കാരാണ് എന്ത് നേടിയത്? പരിസ്ഥിതി പുരസ്കാരം നേടിയത്. അത് ഓർത്തു വയ്ക്കാം. ഇനി അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭീകരാക്രമണം 2025 ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തിൽ 26 പേര് കൊല്ലപ്പെട്ടു. എവിടെ? കാശ്മീരിൽ അല്ലെ. കാശ്മീരിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ. ഏതാണ് വിനോദസഞ്ചാര കേന്ദ്രം? ഏതാണ്? പഹൽഗാം ആണ്. ഏതാണ്? പഹൽഗാം. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എത്ര പേര് കൊല്ലപ്പെട്ടു എന്നും ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, 2020 ക്രിക്കറ്റിൽ എന്താണ്? T20 ക്രിക്കറ്റില് സെഞ്ചുറി നേടിയ പ്രായം കുറഞ്ഞ കളിക്കാരൻ. പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ്? വൈഭവ് സൂര്യവംശിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ആ വൈഭവ് സൂര്യവംശി. ചോദ്യം അതല്ല. ഏത് IPL ടീമിന്റെ കളിക്കാരനാണ്? ഏത് IPL ടീമിന്റെ കളിക്കാരനാണ്? രാജസ്ഥാൻ റോയൽസ്. ഏത് IPL ടീമിന്റെ കളിക്കാരനാണ്? രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരനാണ് എന്ന് ഓർത്തോളോ. അടുത്തത് സുനിത വില്യംസ്, അതുപോലെ തന്നെ ബുച്ച് വിൽമോർ. നമുക്ക് അറിയാവുന്നതാണ് സുനിത വില്യംസ് അല്ലെ. സുനിത വില്യംസും അതുപോലെ തന്നെ ബുച്ച് വിൽമോറും അല്ലെ. ആരൊക്കെയാണ്? ബുച്ച് വിൽമോർ. രണ്ടുപേരുടെയും പേര് മറക്കരുത്. സുനിത വില്യംസ്, ബുച്ച് വിൽമോർ തുടങ്ങിയവർ സുരക്ഷിതരായി തിരികെ എത്തിയില്ലേ. അവര് തിരികെ എത്തിയ ആ പേടകം ഏത് എന്ന് പ്രധാനമാണ്. ഡ്രാഗൺ. ആ പേടകം എന്താണ്? പേടകത്തിന്റെ പേര് ഡ്രാഗൺ എന്നാണ്. കൃഷിഭൂമിയില് പൂർണ്ണമായിട്ടും കൃഷിഭൂമിയില് എന്താണ്? സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടായിക് പ്രോജക്റ്റ്. എന്താണ് അതിന്റെ പേര്? അഗ്രി ട്ടോ. അഗ്രി വോൾട്ടായിക് പ്രോജക്റ്റ്. അഗ്രി വോൾട്ടായിക് പ്രോജക്റ്റ് അല്ലെങ്കിൽ സോളാർ ഫാമിംഗ് എന്നതിനെ പറയാം. എന്താണ്? സോളാർ ഫാമിംഗ്. അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഏതാണ് സംസ്ഥാനം? ഉത്തർപ്രദേശ് ആണ്. ക്ലിയർ ആയില്ലേ? അടുത്തത്, കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളെ കുറിച്ചും ക്ഷീരപഥത്തിലെ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളെ കുറിച്ചും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളെ കുറിച്ചും പഠിക്കാൻ നാസ വിക്ഷേപിച്ച ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? നാസയുടെ ബഹിരാകാശ ടെലസ്കോപ്പിന്റെ പേര് എന്താണ്? അതിന്റെ പേര് സ്ഫിയർ എക്സ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? സ്ഫിയർ എക്സ് എന്നാണ് ആ ടെലസ്കോപ്പിന്റെ പേര്. ഓർക്കൂ. ഇനി അടുത്തത്
അതായത് സുദർശൻ പട്നായിക് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? സുദർശൻ പട്നായിക്. ആ സുദർശൻ പട്നായിക് എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം ഏത് രംഗത്ത് മികവ് പ്രകടിപ്പിച്ച വ്യക്തിയാണ്? എന്താണ്? മണലുകൊണ്ട് എന്തുണ്ടാക്കുകയാണ്? ശില്പങ്ങൾ ഉണ്ടാക്കുന്നു. മണൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് സുദർശൻ പട്നായിക്. ഇനി രാജ്യത്തെ പ്രഥമ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ്? വാട്ടർ ബോഡി സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജലാശയങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. അപ്പൊ വാട്ടർ ബോഡി സെൻസസ് കേട്ടോ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അതിലെ അംഗത്വം ഉപേക്ഷിച്ച യൂറോപ്യൻ രാജ്യം, ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് ഹംഗറി. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ അംഗത്വം ഉപേക്ഷിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഹംഗറിയാണ്. വേൾഡിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ പേര് എവിടെയാണത്? ഹുബ്ബള്ളിയിലാണ്. എവിടെയാണ് റെയിൽവേ പ്ലാറ്റ്ഫോം? ഹുബ്ബള്ളിയിലാണ്. ഇനി അടുത്തത് നിയമസഭയിൽ എന്താണ്? ആംഗ്യഭാഷ സംസാരിക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഏതാണ് സംസ്ഥാനം? പഞ്ചാബാണ്. ഇനി കാട്ടാനകളുടെ വിവരങ്ങൾ അറിയാനുള്ള ആപ്പ് പുറത്തിറക്കിയത് ഏത് സംസ്ഥാനത്തെ വനം വകുപ്പാണ്? ഏത് സംസ്ഥാനത്തെയാണ്? ജാർഖണ്ഡ് വനം വകുപ്പാണ്. ഏത് സംസ്ഥാനാണ്? ജാർഖണ്ഡ്. ഇനി കൃഷി വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 43 ലക്ഷം ഹെക്ടർ വനം 43 ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ചത് ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ. കൃഷി വികസിപ്പിക്കാൻ 43 ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ചത് ഇന്തോനേഷ്യ. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ജുപ്പിറ്റർ 3 ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ജുപ്പിറ്റർ 3 ആണ്. ഇനി അടുത്തത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരാണ് ജ്യൂസ് എന്നത്? ഏതിന്റെയാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് എന്ത് വിക്ഷേപിച്ചത്? ജ്യൂസ്. ഇനി അടുത്തത് 2027 16 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ ഒഫീഷ്യൽ സെൻസസ് നടക്കുകയാണ്. അതിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രഗതി, അടുത്തത് വികാസ്. ഭാഗ്യചിഹ്നങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രഗതി, വികാസ് എന്നിവയാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് കൂടിയാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് കൂടിയാണ് ഇത് എന്ന് ഓർത്തു വെക്കുക. ശരിക്കും 1872 ആരംഭിച്ച ജനസംഖ്യാ കണക്കെടുപ്പില് ഇന്ത്യയിലെ 16ാമത്തെ സെൻസസ് ആയിട്ട് ഇതിനെ പറയും. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇന്ത്യയിലെ 8ാമത്തെ സെൻസസ് ആണ് ഇത്. ഇനി ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിക്കാം. സെൻസസിന്റെ അദ്ദേഹത്തിന്റെ പേര് സുദർശൻ പട്നായിക് ആണ്. സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നുകൂടി നമ്മൾ ഓർത്തുവെക്കാം. അടുത്ത ചോദ്യം നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ സ്ഥിരം തലസ്ഥാനമായി ഏത് നഗരത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ആന്ധ്രാപ്രദേശിന്റെ പെർമനന്റ് ക്യാപിറ്റൽ സ്ഥിരം തലസ്ഥാനമായി ഏത്
നഗരത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് അടുത്തിടെ പുറത്തിറക്കിയത്. ആന്ധ്രാപ്രദേശിന്റെ പെർമനന്റ് ക്യാപിറ്റൽ ഏതാന്നാ പറയണേ? അമരാവതിയാണ്. ഇനി ഇന്ത്യയിൽ നടക്കുന്ന ഓപ്ഷൻ സെയിൽ അഥവാ ലേല വിൽപ്പനയിൽ, ഇന്ത്യയിൽ നടക്കുന്ന ലേല വിൽപ്പനയില് എന്താണ് ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുക ലഭിച്ചത് ഒരു മലയാളി വരച്ച ചിത്രത്തിനാണ്. ആരാണ് മലയാളി? ആരാണ്? രാജാ രവിവർമ്മ. അപ്പൊ രാജാ രവിവർമ്മ വരച്ച ചിത്രത്തിനാണ് അത്രയും അധികം രൂപ ലഭിച്ചത്. 167.2 കോടി രൂപയാണ് ലഭിച്ചത്. 167.2 കോടി രൂപയ്ക്കാണ് മുംബൈയിൽ നടന്ന ലേലത്തിൽ വിൽപ്പന ഉണ്ടായത്. 1890കളിൽ വരച്ച യശോദയും കൃഷ്ണനും, എന്താണ്? യശോദയും കൃഷ്ണനും എന്ന ചിത്രത്തിനാണ് ആ ബഹുമതി ലഭിച്ചത് എന്നും ഓർത്തു വെക്കുക. ഇനി നമ്മുടെ ഇന്ത്യയിലെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി, ഇന്ത്യയിലെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? നാവികസേനയുടെ ഭാഗമായ ആ അന്തർവാഹിനി INS അരിദമനാണ്. INS അരിദമനാണ് ആ അന്തർവാഹിനി എന്നോർക്കാം. ഇനി അടുത്ത ചോദ്യം, 2026 മാർച്ച് മാസത്തിൽ WHO ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? അർജന്റീനയാണ്. ഏതാണ് രാജ്യം? അർജന്റീനയാണ്. ഇനി അടുത്തത് ഫ്യൂവൽ റേഷനിങ്. എന്താണ് ഫ്യൂവൽ റേഷനിങ്? ഫ്യൂവൽ റേഷനിങ് എന്ന് പറഞ്ഞാൽ ഇന്ധന റേഷനിങ് അല്ലെ. ഫ്യൂവൽ ഇന്ധന റേഷനിങ് നടപ്പിലാക്കിയ ആദ്യത്തെ യൂറോപ്യൻ കൺട്രി ഏതാണ്? ഏതാണ്? സ്ലൊവേനിയയാണ്. ഏതാണ് കൺട്രി? സ്ലൊവേനിയ. അപ്പോൾ ഫ്യൂവൽ റേഷനിങ് നടപ്പിലാക്കിയ ആദ്യ യൂറോപ്യൻ കൺട്രി സ്ലൊവേനിയയാണ് കേട്ടോ. മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നത് ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? മൊഹ്സീന കിദ്വായി. മൊഹ്സീന കിദ്വായിയുടെ ആത്മകഥയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നത്. ഇപ്പൊ അവര് അന്തരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെയൊക്കെ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്ന കോൺഗ്രസ് നേതാവാണ് ഇവര്. ഈ അടുത്തിടെ 94 വയസ്സിൽ അവർ അന്തരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി പദവി രാജിവെച്ച് രാജ്യസഭാ മെമ്പറായത്, മുഖ്യമന്ത്രി പദവി പിൻവലിച്ച് രാജ്യസഭാ മെമ്പറായി ചുമതലയേറ്റത് ആരാണ്? നിതീഷ് കുമാർ ആണ്. എവിടുത്തെ പദവിയാണ്? ബീഹാർ മുഖ്യമന്ത്രി പദവി പിൻവലിച്ചു അല്ലെ. ഏത് രാജ്യത്തെ കിരീട അവകാശിയാണ്? കിരീടാവകാശി എന്ന് പറയുമ്പോ എന്താണ്? അവിടുത്തെ രാജകുമാരനോ രാജകുമാരിയോ ആകാം അല്ലെ. അവര് ആ രാജ്യത്തെ വ്യോമസേനയിൽ ചേരുകയാണ്. എവിടെ? കിരീടാവകാശി ആ രാജ്യത്തെ വ്യോമസേനയിൽ ചേർന്നു. ആരാണ്? എവിടുത്തുകാരാണ്? നെതർലൻഡ്സിലാണ് ഈ സംഭവം നടന്നത്. ആരാണ്? കാതറീന, ലേഡിയാണ് രാജകുമാരി, കാതറീന അമാലിയ എന്ന രാജകുമാരിയാണ് അവരുടെ എവിടെ ചേർന്നത്? വ്യോമസേനയിൽ ചേർന്നത് എന്നോർക്കുക. ഇനി അടുത്തത് റഷ്യൻ സുപ്രീം കോടതി. റഷ്യയിലെ എന്താണ്? റഷ്യയുടെ സുപ്രീം കോർട്ട് ഏത് മനുഷ്യാവകാശ സംഘടനയെയാണ് തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചത്? ഏത് മനുഷ്യാവകാശ സംഘടനയാണ്? മെമ്മോറിയൽ. അപ്പൊ മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷനെ റഷ്യൻ സുപ്രീം കോർട്ട് എന്തായിട്ട് പ്രഖ്യാപിച്ചു? തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു. ഇനി UNOന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കാം എന്ന തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്നാണ് ഇന്ത്യ പിന്മാറിയത്. ഏതിന്റെയാണെന്നറിയാമോ? കോപ്പ് 33, കോൺഫറൻസ് ഓഫ് പാർട്ടി 33 അല്ലെ. കാലാവസ്ഥ ഉച്ചകോടിയായ
COP33. അടുത്ത ചോദ്യം എന്താണ്? ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്ത് സഞ്ചരിച്ച വനിത. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്ത് സഞ്ചരിച്ച വനിത എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? ക്രിസ്റ്റീന കോച്ചാണ്. ക്രിസ്റ്റീന കോച്ചാണ്. ക്രിസ്റ്റീന കോച്ച്. അപ്പൊ ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പ്രീവിയസ് ഇപ്പോഴുള്ള ഭാഗങ്ങൾ കുറച്ചൊന്ന് നിർത്തി വെക്കാം. ഇനി മെയ് മാസം തുടങ്ങിയിട്ടുള്ളത്, കാരണം മെയ് 30 വരെയുള്ളത് മാക്സിമം പഠിച്ചാൽ മതി. ജൂലൈ 18-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ. അപ്പൊ നമ്മൾ ഒരു 2 മാസം 2.5 മാസം വരെയുള്ളതൊക്കെ പഠിക്കാറുള്ളൂ. ഇപ്പൊ കുറച്ചും കൂടി ഡിജിറ്റലൈസേഷൻ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി മുന്നേ അത്രേ പഠിക്കാറില്ല. അപ്പൊ ഇപ്പൊ അത്രയെങ്കിലും പഠിച്ചു വെക്കുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ടീച്ചർ ഇതിൽ തന്നിരിക്കുന്നത്. എല്ലാതും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് പഠിച്ചോളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.